നമ്മൾ വിദേശ മാവുകൾ പരിചയപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ് ഇത്തരം മാവുകളൊക്കെ പരിചയപ്പെടുത്തുന്നത്. ഇത് ഇനിയും വലുതാവാനുണ്ട്, വലിയ മാങ്ങ ആവും. ഇത് ഓസ്റ്റിൻ എന്നൊരു മാങ്ങയാണ്, നല്ല മാങ്ങയാണ്. ഇത് വിദേശ മാവാണ്. ഇത് നമ്മളിവിടെ നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. നമുക്ക് പല അഭിപ്രായമുണ്ട് വിദേശ മാവുകൾ കായ പിടിക്കില്ല എന്നത്. ഓസ്റ്റിൻ കായ പിടിച്ചിട്ടുണ്ട്, വേണ്ട കുറേ കായ പിടിച്ചിട്ടുണ്ട്. ഇത് നാംഡോക്കുമൈയാണ്. ഇത് ട്രെയിൻ ചെയ്ത നാംഡോക്കുമൈ നമ്മൾ 25 കവറിൽ വെച്ച പ്ലാന്റുകളാണ്. ഇതെല്ലാം കായ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം വലുതാകാത്ത രീതിയിൽ നമ്മൾ ബുഷാക്കി വളർത്തിയ ഒരു നാംഡോക്കുമൈയാണ്. ഇത് ഒട്ടനവധി മാവുകൾ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട്. നാംഡോക്കുമൈൻ്റെ കണ്ടില്ലേ, ഈ ഒരു നിര ഫുള്ള് നിര നാംഡോക്കുമൈൻ്റെ ട്രെയിൻ ചെയ്ത മാവുകളാണ്. ഇത് സാധാരണ തൈകളല്ല, കണ്ട നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം സെയിലിനായിട്ടുള്ളതാണ്. നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മിടിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. ഇവിടെ കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ എയർപോർട്ട് ഗാർഡ്. സെയിലിനായിട്ട് എത്തിയിട്ടുള്ള നല്ല അടിപൊളി മിയാസാക്കിൻ്റെ പ്ലാന്റുകളാണ്. ഇതുപോലെ റെഡ് ഐവറി ഉണ്ട്, അതുപോലെ നല്ല നല്ല വിദേശ ഇനങ്ങളുടെ ഒരു കളക്ഷൻ, അതുപോലെ RT2 ഇന്ന് ഒട്ടനവധി പ്ലാന്റുകൾ നമുക്കിവിടെ എത്തിയിട്ടുണ്ട്. വലിയ പ്ലാന്റുകൾ, എൻ്റെ ഹൈറ്റുള്ള പ്ലാന്റുകളാണ് എല്ലാ പ്ലാന്റുകളും. ഇതെല്ലാം ഇപ്പം നമുക്ക് 21 കവറിൽ സെയിലിനായിട്ട് എത്തിയിട്ടുള്ളതാണ്. ഇതാണ് തോത്താപ്പൂരി, ബാംഗ്ലൂർ കളക്ടർ എന്നൊക്കെ പറയുന്ന മാങ്ങയാണ്. നല്ല മാങ്ങയാണ്. തോത്താപ്പൂരി നമുക്ക് മറക്കാൻ കഴിയില്ല, കാരണം നമുക്ക് അറിയാം, നമുക്ക് പച്ചമാങ്ങ ആവശ്യങ്ങൾക്ക് അതേപോലെ ഉപ്പിലിട്ട് കഴിക്കാനൊക്കെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ വലിയൊരു ഇഷ്ടമുള്ളൊരു മാങ്ങയാണ് തോത്താപ്പൂരി. നമുക്കറിയാം കടകളിലൊക്കെ ഭരണിയിൽ ഉപ്പിലിട്ട് വെക്കുന്ന മാങ്ങയാണ്. നീണ്ട പച്ചയിൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് തോത്താപ്പൂരി. ഇതാണ് തോത്താപ്പൂരി. ഇത് ശേലം ഭാഗത്താണ് കൂടുതലൊക്കെ ഉണ്ടാകുന്നത്. ശേലം മാങ്ങ എന്നുള്ള പേരും ഇതിനാണ്. ഇതാണ് ഒരു 3 കിലോ 3.5 കിലോ ഒക്കെ ഭാരം വരുന്ന മഹാത്തിർ മാംഗോ അഥവാ ബ്രൂണൈ കിങ്. നല്ല കാണാനുള്ള ഭംഗി, അതിൻ്റെ ഷേപ്പ്, ഇതൊക്കെ ഭയങ്കര രസമാണ് ഈ മാങ്ങ. കണ്ടില്ലേ, നമ്മൾ കവറിട്ട് വെച്ചിരിക്കുകയാണ് പുഴുക്കേടിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. 3-3.5 കിലോ വരുമല്ലേ? 3-3.5 കിലോ ആണ് ഇതിൻ്റെ യഥാർത്ഥ ഭാരം വരുന്നതെന്ന് പറയുന്നുണ്ട്. പക്ഷേ 2 കിലോ വരെയൊക്കെ എനിക്കിവിടെ ഭാരം വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ല, കായ്ച്ചിരിക്കുന്ന ബാരി 11 ആണ്. ഇത് കണ്ട പ്ലാന്റിൽ കായ്ച്ച് പഴുത്ത് നിൽക്കുന്ന മാങ്ങയാണ്. ഇതൊക്കെ മാങ്ങ നിങ്ങൾക്ക് കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇപ്പോൾ ഇത്. ഇതാണ് ബാരി 11 എന്ന് പറയുന്ന മാങ്ങ. പുതിയ വെറൈറ്റി ആണ് കേട്ടോ, നിങ്ങൾ എവിടെയും കേൾക്കാത്ത പോലെ. ഇതിൻ്റെ പേരാണ് ഗുൽഫി. ഇതാ പേരെന്താ? ഗുൽഫി. ഗുൽഫി ഗുൽഫി നമ്മളെ നഴ്സറിയിൽ ആദ്യം മിയാസാക്കി പോലെ നല്ല കളർ വരുന്ന മാങ്ങയാണ്. ആദ്യം ടേസ്റ്റാണ് ഇത്, നല്ല ഫ്ലേവറാണിത്. ഗുൽഫി അടിപൊളി മാങ്ങയാണ് കേട്ടോ. നന്നായിട്ട് കായ പിടിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്ലാന്റാണ്. ഒരു 5 വർഷമായിട്ട് എൻ്റെ കയ്യിലുള്ള പ്ലാന്റാണ്. അടിപൊളി പ്ലാന്റാണ്. നന്നായിട്ട് കായ പിടിക്കും. ഒരു കൊലയിൽ തന്നെ മാങ്ങ കണ്ടില്ലേ കായ്ച്ചിരിക്കുന്നു. ഇതൊക്കെ ഭംഗി, നല്ല കായ പിടുത്തുള്ള മാങ്ങയാണ്. ഇതൊരു നല്ല മാങ്ങയാണ്. ഇതിൻ്റെ കളറ് അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം ഒക്കെ 1.5 സൈസാണ്. ഇത് നമ്മളെ ആനക്കായം പ്ലാന്റ് എന്ന് വന്നതാണ്. ഇതിൻ്റെ പേര് എനിക്കിപ്പോഴും കറക്റ്റായിട്ട് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇത് ആനക്കായം പ്ലാന്റ് അവിടുന്ന് വന്നതാണ്. നമ്മുടെ ലൊക്കേഷൻ നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്താണ്. നല്ല രസിക മാങ്ങയാണ് കേട്ടോ. ഇതേപോലെ ഒട്ടനവധി മാങ്ങയോട് കൂടിയുള്ള പ്ലാന്റുകൾ ഇവിടെ സെയിലുണ്ടല്ലേ? ഇത് നമ്മുടെ കേസർ മാങ്ങയാണ്. കേസറൊക്കെ നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട്. കേസർ കണ്ടില്ല, ഈ കൊക്ക്, ഈ മാങ്ങ കൊക്ക് ഉണ്ടാവും. ഇവിടെയൊക്കെ ഒരു കേസർ മാങ്ങ കായ്ച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡ്രമ്മിലാണ് കായ്ച്ചിട്ടുള്ളത്. റെഡ് ഐവറിയുടെയൊക്കെ ഹെവി പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. ഇത് മിയാസാക്കിയാണ്, പക്ഷെ നമുക്ക് യഥാർത്ഥ കളർ കിട്ടിയിട്ടില്ല. അതിലേക്ക് ഇങ്ങോട്ട് പറയാനാവുള്ളൂ. ഇതാ നിറയെ കായ്ച്ചിരിക്കുന്ന ഇതാണ്. ഇതേതാ? ഇത് പിന്നെ ഹോങ്ലോങ് എന്ന് പറയുന്ന മാങ്ങയാണ്. ഹോങ്ലോങ്. ഈ ഒരു പിങ്ക് ടച്ച് എല്ലാത്തിനും പിങ്ക് ടച്ച് വരും. ഹോങ്ലോങ് എന്ന് പറയുന്ന മാങ്ങയാണ്. ഇതാണ് ഹൈബ്രിഡ് ഞാൻ പറഞ്ഞ പൂസ അരുണിമ. അരുണിമ കണ്ടില്ല, നിറയെ കായ പിടിക്കുന്നുള്ളതാണ്. കാരണം നമുക്കിതൊക്കെ വീട്ടുമുറ്റത്ത് വെച്ചാൽ ഇതുപോലെ നിറഞ്ഞ് കായ പിടിക്കുക, നല്ല കളർഫുൾ ആയിട്ടുള്ള മാങ്ങ കാണുക, തിന്നാനും ടേസ്റ്റ്, കാണാനും ഭംഗി, അതൊക്കെയാണല്ലോ മാവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല മാവ് ഏതെന്ന് ചോദിക്കുന്നവർക്ക് ഇതുമാതിരിയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ ചോദിച്ചു വാങ്ങുക. വിശ്വസ്തമായ നഴ്സറിയിൽ പോയിട്ട് ഇത്തരം തൈകൾ കളക്ട് ചെയ്യുക. ഇതാണ് നമ്മുടെ ബ്രൂണൈ കിങ്. ഇതിൻ്റെ ഒരു ഷേപ്പ് കണ്ടില്ലേ, ഒരു ഡക്ക് പോലെ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പിൽ ഇങ്ങനെ വെച്ചാൽ ഒരു ഡക്ക് മാതിരി താറാവ് പോലെ ഇരിക്കും. താറാവിൻ്റെ ബാക്ക് ഇത് നല്ലൊരു മാങ്ങയാണ്. ഇതാണ് ബ്രൂണൈ കിങ് മഹാത്തിർ മാംഗോ എന്നൊക്കെ പറയുന്നത്. അടിപൊളി മാങ്ങയാണ്. നല്ല ഭാരം വരും. ഒരു 2.5-3 കിലോ ഒക്കെ ഭാരം വരുന്ന മാങ്ങയാണ്. കാണാൻ നല്ല ഭംഗിയാണ്. ചെറിയൊരു പ്ലാന്റ് തന്നെയാണ്. ചെറിയ പ്ലാന്റിൽ പക്ഷേ കായ പിടുത്തം കുറവായിരിക്കും, മാങ്ങ കൂടുതലായിരിക്കും. നല്ല മാങ്ങയാണ്, കാണാൻ ഭംഗിയുള്ള മാങ്ങയാണ്. നമുക്ക് കളക്ഷനൊക്കെ വെക്കുന്നവർക്ക് ഇത് കണ്ടാൽ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വേണമെങ്കിൽ കാണിക്കാം. ഇത് വലിയ മാങ്ങയാവും കണ്ടാ. അതിൻ്റെ ഷേപ്പാണ് ഇതിനെ വേറിട്ട് നിർത്തുന്നത്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇതാണ് ബ്രൂണൈ കിങ്. നമ്മൾ ഡ്രമ്മിൽ വെച്ച മാങ്ങയുണ്ട്. ഇത് സെയിലിനായിട്ടുള്ളതാണ്. ഇത് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നാൽ നമ്മൾ ഇത് അയ്യാണ്ട് കൊടുക്കുമല്ലേ? ഇത് അയ്യാണ്ട് കൊടുക്കും. ഇതാണ് സൂപ്പർ ക്യൂൻ മാംഗോ. ജിങ്ഹോ മാംഗോ എന്നൊക്കെ പല പേരിൽ അറിയപ്പെടുന്നതാണ്. സൂപ്പർ കിങ്, ഗോൾഡൻ ക്യൂൻ എന്നൊക്കെ അറിയപ്പെടും. നല്ല മാങ്ങയാണ്. ഇത് ഡ്രമ്മിൽ കായ്ച്ചിരിക്കുന്ന മാങ്ങയാണ്. ഇത് എയർപോർട്ട് ഗാർഡനിലാണ്. എയർപോർട്ട് ഗാർഡൻ കരിപ്പൂർ എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മിടിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. നമുക്ക് ഡെലിവറി ഇല്ല, നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമർക്ക് ഇവിടെ ലഭ്യമുള്ളൂ. ഇത് ഹനിഡു എന്ന് പറഞ്ഞൊരു മാങ്ങയാണ്. പുതിയ വെറൈറ്റിയാണ് നമ്മളിവിടെ കാഴ്ച. നല്ലൊരു ഇനമാണ്, നല്ല മധുരമാണ്. അതിൻ്റെ പേര് പോലെ തന്നെയാണോ അതിൻ്റെ മധുരവും അതിൻ്റെ ഹണി പോലെയാണോ? ഹനിഡു.
അതുകൊണ്ടായിരിക്കുമല്ലോ ആ പേര് വന്നിരിക്കുക. നല്ല മാങ്ങയാണ്, നന്നായിട്ട് കായ പിടിച്ചിരുന്നു, കുറച്ചൊക്കെ കൊഴിഞ്ഞു വന്നപ്പോഴൊക്കെ മാങ്ങ ഉണ്ട് കണ്ടില്ലേ. ഇതിന്റെ പ്ലാന്റുകൾ ഇപ്പോൾ നമുക്ക് നമുക്ക് സെയിലിനായിട്ടില്ല, ഇത് നമുക്ക് സെയിലിനായിട്ട് വരും. ഇതിന്റെ ജെന്യൂനായ തൈകൾ നമ്മൾ വരുത്തുന്നുണ്ട്. അധികം വഴുകാതെ തന്നെ നമ്മൾ എടുത്ത്. തീർച്ചയായിട്ടും ഇതിന്റെ വിദേശ ഭാഗങ്ങളുടെയൊക്കെ ജെന്യൂനായ തൈകൾ നമുക്ക് കിട്ടും. ഇവിടെ നമുക്ക് ഏതെങ്കിലും തൈകൾ എടുത്ത് കൊടുത്തൊരു കാര്യമില്ലല്ലോ. ഒറിജിനൽ തൈകൾ വരുമ്പോൾ നമ്മളത് 100% ബോധ്യപ്പെട്ട തൈകളെ കൊടുക്കും. അപ്പോൾ നമ്മളെ ഗോലക്കെന്ന് അറിയപ്പെടുന്നതായിരുന്നു. ഇത് നാംഡോക്മായി മണ്ണാണ്. ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട്. ഇത് നല്ല ഒരു ട്രെയിൻ ചെയ്ത പ്ലാന്റാണ്. ഇത് ഡ്രമ്മിലിരിക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഇത് ഗോലക്ക് എന്നുള്ള പേരിലാണ് പ്രചാരത്തിൽ വന്നത്. ആ പേര് തെറ്റിയിട്ടാണ് ഇപ്പോഴും ആളുകളുടെ മനസ്സിലുള്ളത്. ഇത് നാംഡോക്മായി മുൺ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. നല്ല ഫ്ലേവറും നല്ല രസമുള്ള ഒരു മാങ്ങയാണ് നാംഡോക്കിൻ്റെ. ഇത് നാംഡോക്മായി സീത്തോങ് എന്ന വെറൈറ്റിയാണ്. സീത്തോങ്ങിനെയാണ് നമ്മൾ നാംഡോക്മായി ഗോൾഡ്, നാംഡോക്മായി യെല്ലോ എന്നൊക്കെ പറയുന്നത്. ഇത് നാംഡോക്മായി സീത്തോങ് ആണ്. ഇത് നാംഡോക്മായി ഗ്രീൻ അഥവാ നാംഡോക്മായി ആഷ് ഫോർ ആണിത്. ആഷ് ഫോർ ഇതിൻ്റെ ശരിയായ പേര് നാംഡോക്മായി ആഷ് ഫോർ ആണ് ഗ്രീനിൻ്റെ. ഇത് ഗ്രീനും യെല്ലോയും തമ്മിലുള്ള ഗോൾഡും തമ്മിലൊക്കെയുള്ള വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ മാങ്ങ പഴുത്ത് നിന്നാൽ 1-2 ദിവസം കൊണ്ട് താഴെ വീഴും. ഇതിൽ പഴുത്ത് നിന്നാലും 5-6 ദിവസം 10 ദിവസം പോലും മാങ്ങ വീഴാതെ നിൽക്കും. ഇതിപ്പോൾ നാംഡോക്മായി ഗോൾഡാണ് ഈ നിൽക്കുന്നത്. ഇത് കുറച്ച് അല്പം പഴുത്ത മാങ്ങയാണ്. എന്നാലും നമ്മൾ ആട്ടിയാലൊന്നും ആ മാങ്ങ വീഴില്ല. കാരണം എന്താ, അതേസമയം നാംഡോക്മായി ഗ്രീനിലാണെങ്കിൽ അത് താഴെ വീണിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് നാംഡോക്മായി ഗോൾഡും ഗ്രീനും തമ്മിൽ. അത് വീട്ടുമുറ്റത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ 5, 10, 15 ദിവസങ്ങളിങ്ങനെ മാങ്ങ മഞ്ഞ കളറിൽ പഴുത്താലും നിൽക്കും, അല്ലാത്ത സമയം ഗോൾഡിൽ നിൽക്കും. അപ്പോൾ നമ്മളെപ്പോഴും നാംഡോക്മൈൻ്റെ പ്ലാന്റ് വാങ്ങുമ്പോൾ ഗോൾഡ് തന്നെ തിരഞ്ഞ് ജെന്യൂനായ ഗോൾഡ് തന്നെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഇതുപോലെ ഗോൾഡ് കളറിൽ മാങ്ങ നിൽക്കുന്നതായിട്ട് കാണാൻ കഴിയും. 25 ഗ്രോ ബാഗിലേക്ക് മാറ്റുകയാണ് നാംഡോക്മായി ഗോൾഡ്. ഒറിജിനൽ ഗോൾഡാണ് കേട്ടോ, ഗ്രീനല്ല, ഗോൾഡ് ഒറിജിനൽ ഗ്യാരണ്ടിയോടുകൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ സാധനമാണ്. ഇതാണ് സാധാരണ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്നത് മുഴുവനും ഗ്രീനാണ്. എന്നാൽ ഇത് ജെന്യൂനാണ്, തൈകളാണ്, കാഴ്ച തൈകളുണ്ട്, എല്ലാം നിങ്ങൾക്ക് നേരിടുകൊണ്ടാണ്. ഇതൊക്കെ കവറിലേക്ക് ചേഞ്ച് ചെയ്യുകയാണ്. ഇതുപോലെ മറ്റൊരു മാങ്ങ നമുക്ക് പരിചയപ്പെടുത്താണ്ട്. ഇതാണ് ലെമൺ ജസ്റ്റ് എന്ന് പറയുന്നൊരു മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ്. ബ്രിക്സ് എന്ന് പറഞ്ഞാൽ 25 മുകളിലാണ്. വലിയ അണ്ടി വളരെ കനം കുറവാണ് മാങ്ങ. ഇത് കഴിച്ചു നോക്കാണ്. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി മധുരം. മധുരം അടിപൊളിയാണ്, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടു നല്ല മധുരം. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ലെമൺ ജസ്റ്റ് എന്ന് പറഞ്ഞ ഒരു വിദേശ വെറൈറ്റിയാണ്. ഇത് അണ്ടി വളരെ കനം കുറവാണ്. ഇത് പിന്നെ ഒരു ഗ്രോ ബാഗിൽ നിന്ന് കായ്ച്ചതാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ടുള്ള കുറേ ഇതുണ്ടാവും. പക്ഷേ ശരിക്കും നമ്മൾ നിലത്തൊക്കെ വെച്ച് നന്നായിട്ട് കായ്ക്കുകയാണെങ്കിൽ നല്ല മധുരമുള്ള മാങ്ങയാണ് ലെമൺ ജസ്റ്റ്. നമ്മൾ പുതിയ പുതിയ വെറൈറ്റികൾ ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ്, നമ്മൾ വിദേശ മാവുകൾ പരിചയപ്പെടുത്തുന്ന ഭാഗമായിട്ടാണ്. ഇത് കൗമി എന്ന് പറഞ്ഞൊരു മാവാണ്. കോമി നല്ല കളറാണ്. ഇതൊരു മാങ്ങ തന്നെയാണ്, ഒരു ഗോൾഡ് കളറാണ്. ഇതൊക്കെ നമ്മളെ നാംഡോക്മയേക്കാളും നല്ല ഗ്രേഡിൽ നിൽക്കുന്ന മാങ്ങയാണ്. നല്ല മധുരമുള്ള മാങ്ങയാണ് കൗമി. നമ്മൾ ആദ്യമായിട്ട് വരുന്നതാണ് ഇത്. ഇതൊക്കെ ഈ വർഷം നമ്മുടെ അടുത്ത് കായ്ച്ച് കൊഴിഞ്ഞു പോയതാണ് കോമി. നല്ല മാങ്ങ. അപ്പോൾ ഇതിൻ്റെ തൈകൾ അധികം വൈകാതെ തന്നെ നമ്മൾ സെറ്റ് ആവും. തൈകളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്, സെറ്റ് ആകുന്നുണ്ട്. ഇപ്പം ഒട്ടനവധി വിദേശ ഇനങ്ങളും ഹൈബ്രിഡ് ഇനങ്ങളും നിങ്ങൾക്ക് കരിപ്പൂർ എയർപോർട്ടിൽ ഗാർഡനിൽ ലഭ്യമാണ്. എയർപോർട്ട് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് എയർപോർട്ടിൻ്റെ അടുത്ത് കുമ്മിണിപ്പറമ്പ് എന്ന സ്ഥലത്ത് എയർപോർട്ട് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് കരിപ്പൂർ പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണ്. നിങ്ങൾക്ക് ഒട്ടനവധി മാവുകൾ ഇതുപോലെ കളക്ട് ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ്. കാഴ്ച നിൽക്കുന്നതും അതുപോലെ ഗ്രോ ബാഗിൽ വെച്ചതും ഫ്ലവർ ചെയ്തതുമായിട്ടുള്ള ഒട്ടനവധി വിദേശ വെറൈറ്റികളും സ്വദേശ വെറൈറ്റികളും ഹൈബ്രിഡുകളും നമുക്കിവിടെ എയർപോർട്ട് ഗാർഡനിൽ ലഭ്യമാണ്. അതിൻ്റെ ജെന്യൂനായ തൈകളാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതാണ് ഞങ്ങളുടെ പ്രത്യേകത, ജെന്യൂനായ തൈകളാണ്. അല്ലാതെ ബംഗാളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള തൈകളും അത് ടാഗൊന്ന് പേരൊന്ന് അങ്ങനെയല്ല, അത് 100% ഗ്യാരണ്ടി ഉള്ളതാണെങ്കിൽ വിശ്വസ്തയോടുകൂടി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട് ഗാർഡൻ.